ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കേൾക്കാനാ ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ടെ. എന്നിട്ട് പറ കേൾക്കട്ടെ. ഞാൻ തന്നെയല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. എന്തിനാ വന്ദനമ്മേ കരയുന്ന? ഒന്നുമില്ല മോളെ. എനിക്കറിയാം, വർഷാത്തി ഓർത്തല്ലേ. മോളെ, ജഗന്റെ ജാമ്യം എന്തായി? ജാമ്യം കിട്ടുമായിരിക്കും അച്ഛാ. ഈ സാഹചര്യത്തിൽ ജഗൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും നിന്റെ അമ്മയ്ക്കും ഒരു ആശ്വാസമായേനെ. പരോപകാരമാണല്ലോ ജഗന് ഏറ്റവും പ്രധാനം. ആർക്കോ വേണ്ടി പാവം കുറ്റം സമ്മതിച്ചതായിരിക്കാനേ വഴിയുള്ളൂ. വർഷമോളുടെ മരണാനന്തര ചടങ്ങ് നടത്താൻ വിക്രമനും പ്രകാശിനും ഒട്ടും താല്പര്യമില്ല. എന്റെ കുഞ്ഞിപ്പോ ഗതി കിട്ടാതെ അലയുകയായിരിക്കും. ആത്മാവിന്റെ പശയടക്കാൻ ഒരു പിടി ചോറെങ്കിലും കൊടുക്കണ്ടേ മോളെ? കരയെഴുതച്ച പിതൃക്കൾക്ക് അന്നം കൊടുത്ത് പാരമ്പര്യമുള്ളവരല്ലേ നമ്മള്. ആരൊക്കെ എതിർത്താലും ആ ചടങ്ങ് നടത്തണം. എന്റെയും ശത്രുവിന്റെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ കർമ്മം ചെയ്യേണ്ടവളാ വർഷമോള്. അവൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ കർമ്മം ചെയ്യണമെന്ന് ഓർക്കുമ്പോ അച്ഛനൊരു സങ്കടം പറഞ്ഞതേ ഉള്ളൂ. മോളതൊന്നും കാര്യമാക്കണ്ട. ജഗനുണ്ടായിരുന്നെങ്കിൽ അവൻ എല്ലാ ഒത്താശകളും ചെയ്തേനെ. മരണാനന്തര ചടങ്ങില് അവനും കൂടി പങ്കെടുത്തായിരുന്നെങ്കിലെന്ന് ഒരാഗ്രഹമുണ്ട്. അവൻ വരുമായിരിക്കും. വന്ദനമ്മേ, ജഗനങ്കിള് വരോ? വരുമോളെ. വേണ്ട, വരണ്ട. വരുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ അച്ഛനെ കൊന്ന ആളാ അയാൾ, ഇവിടെ വരണ്ട. ജഗൻ നിരപരാധിയായിരിക്കോ? എന്തായാലും ജയിലിൽ പോയി ജഗനെ ഒന്നുകൂടി കാണണം. നിനക്ക് ഞാൻ ലൈഫ് തരുവാണ്. ഹലോ, എന്താ പ്രകാശ? രമേശ, എനിക്കൊരു സഹായം വേണമായിരുന്നു. അതിനെന്താ, നീ പറ. അതെ, എനിക്ക് വളരെ വിശദമായിട്ട് ചോദിച്ചറിയേണ്ട കാര്യങ്ങളാ, ചില നിയമ സംശയങ്ങള്. പറ പ്രകാശ. എനിക്ക് ഉടനെ ഒരു പ്രതിയും കൊണ്ട് മെഡിക്കലിന് പോകാനുള്ളതാ. എന്നാ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. അത് മതിയോ? നിന്റെ ഡ്യൂട്ടി ടൈം അല്ലേ, ഫ്രീ ആവുമ്പോ മീറ്റ് ചെയ്യാം. പ്രകാശ, അത്യാവശ്യമാണെങ്കിൽ നാളെ ഉച്ച വരെ ഞാൻ ജില്ലാ കോടതി കാണും. നീ അങ്ങോട്ട് വന്നാലും മതി. സാറില്ല, അതൊക്കെ കഴിയട്ടെ. നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാ. ശരി, എങ്കിൽ നമുക്ക് തിരക്ക് കഴിഞ്ഞിട്ട് കാണാം. മതി, അത് മതി, അത് മതി. ചേഞ്ച് ഉണ്ടോ? ഇല്ല മോളെ. 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല.
എന്താ? അങ്കിൾ ഒരു 500 റുപ്പീസിന് ചേഞ്ച് ഉണ്ടോ? ആഹാ, ഇല്ല മോളെ. അങ്ങനെ ഒറ്റയടിക്ക് പറയാതെ പേഴ്സ് തുറന്നത് നോക്ക്. ആ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? അതിന് ചൂടാവുന്നത് എന്തിനാ? ഞാൻ പല കടയിലും കേറി ഇറങ്ങി, പക്ഷേ 500 രൂപയുടെ ചേഞ്ച് ഇല്ല. ഇപ്പൊ എല്ലാ കടയിലും ത്രൂ അക്കൗണ്ട് പേ അല്ലേ, ആരുടെ കയ്യിലും ചേഞ്ച് ഇല്ല. അങ്കിള് കാറിൽ വന്ന് കണ്ടപ്പോ ഞാൻ കരുതി ഏതോ വലിയ കോടീശ്വരരാ ചേഞ്ച് ഒക്കെ കാണുമെന്ന്. നിനക്കെന്തിനാ ഇപ്പൊ ചേഞ്ച്? എനിക്ക് ഐസ്ക്രീം വലിയ ഇഷ്ടാ. ഫാമിലി പാക്ക് വാങ്ങാനാ. എന്നിട്ട് ആർക്കും കൊടുക്കാതെ വീട്ടിൽ പോയിരുന്ന് ഒറ്റക്കിരുന്ന് കഴിക്കണം. നീയാള് കൊള്ളാലോ. എന്താ നിന്റെ പേര്? വർഷ. എന്താ? വർഷ. ചേഞ്ച് ഉണ്ടോ ഇല്ലയോ? ഇല്ല. അങ്കിളിന്റെ സഹായം ഇല്ലാതെ ചേഞ്ച് ഇല്ലാതെ ഈ വർഷം ഐസ്ക്രീം വാങ്ങി. അതാണ് ഈ വർഷ. ടാറ്റാ. ബൈ. വർഷ, എന്റെ വർഷയ്ക്കും ഇതുപോലെ ഐസ്ക്രീം വളരെ ഇഷ്ടമായിരുന്നു. ശ്യാമേ, ഈ പ്രേമമുണ്ടല്ലോ, അതെന്റെ ജീവിതത്തില് ഒരിക്കലും ആരോടും തോന്നിപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ച ആളാ ഞാൻ. ഓഹോ, എന്തോ എനിക്ക് ആ ക്ലേശ ഏർപ്പാടിനോട് ഒരു താല്പര്യമില്ല. പ്രണയത്തിന് സന്തോഷം മാത്രമല്ല, ഒരുതരം വേദനയുണ്ട്. ഹാ, ഇത് കേൾക്കാനാ ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ടെ. എന്നിട്ട് പറ, കേൾക്കട്ടെ. ഉം.